ബംഗാളിൽ OBC സർട്ടിഫിക്കറ്റുകൾ കൊൽക്കത്ത ഹൈക്കോടതി മരവിപ്പിച്ച നടപടി തെരഞ്ഞെടുപ്പ് വിഷയമാവുകയാണ്. ഇവിടെ ഈ മുസ്ലിം സമൂഹത്തിന് മമതാ സർക്കാർ വ്യാപകമായാണ് OBC സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നത് എന്നുള്ളത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. 2010 ശേഷം വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ് കൊൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നത്. അതേസമയം കോടതി വിധിയെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഗൗതം, വിൽ നോട്ട് ആക്സെപ്റ്റ്, ഇത് അംഗീകരിക്കില്ലെന്നായിരുന്നു മമതാ ബാനർജി ഇതിന് ശേഷം പ്രതികരിച്ച ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ തന്നെയാണെന്ന് തോന്നുന്നു അവരുടെ പ്രതികരണം വന്നത്. ഈ OBC റിസർവേഷൻ കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നടപടി, തൃണമൂൽ കോൺഗ്രസ് സർക്കാരിൻ്റെ നടപടിയൊക്കെ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളതായിരുന്നു അവരുടെ വാക്കുകളെന്ന് തോന്നുന്നു. അനൂപ്, രാഷ്ട്രീയമായി മമതാ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായത്. കാരണം 2010 ശേഷമുള്ള OBC സർട്ടിഫിക്കറ്റുകൾ കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇത് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. അതായത് OBC സർട്ടിഫിക്കറ്റുകൾ വ്യാപകമായി മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഒരു നിലപാട് മമതാ സർക്കാർ കൈക്കൊണ്ടിരുന്നു. ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ഈ മുസ്ലിങ്ങൾക്ക് വ്യാപകമായി OBC സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് എന്ന വിമർശനമാണ് ബംഗാളിൽ വലിയ തോതിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ഹിന്ദു സമൂഹത്തിനിടയിൽ വലിയൊരു വിമർശനമായി ഉയർന്നു വന്നിരുന്നു. കാരണം പലപ്പോഴും ഹിന്ദുക്കൾക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ അനധികൃതമായി കടന്നു വന്ന, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ധാരാളം കുടിയേറ്റക്കാരുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ. ആ ബംഗാളിൽ അനധികൃതമായി എത്തിയവരും അല്ലാത്തവരുമായിട്ടുള്ള, അതായത് OBC സർട്ടിഫിക്കറ്റിന് യോഗ്യരല്ലാത്ത ആളുകൾ ഈ സർട്ടിഫിക്കറ്റുകൾ അടിച്ചെടുക്കുകയും ആ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ജോലികൾ തട്ടിയെടുക്കുന്നുവെന്ന വിമർശനം ഉയർന്നു. ഇതേ തുടർന്നാണ് പിന്നീട് കോടതിയിലേക്ക് വന്നത്. എന്തായാലും ഇന്നലെ കൊൽക്കത്ത ഹൈക്കോടതി വളരെ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്ന് മാത്രമല്ല, ഈ OBC സർട്ടിഫിക്കറ്റുകൾ നൽകിയത് അനധികൃതമായിട്ടാണെന്നും ഇത് വോട്ട് ബാങ്ക് ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയും പ്രീണന രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് ഇത്തരം നീക്കങ്ങൾ എന്ന വിലയിരുത്തൽ നടത്തിക്കൊണ്ടാണ് കൊൽക്കത്ത ഹൈക്കോടതി ചരിത്രപരമായ ഈ ഒരു വിധിപ്രസ്താവം കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നത് ശ്രദ്ധേയമായി. ഏതായാലും ഈ വിധിയെ അംഗീകരിക്കില്ല എന്നാണ് പശ്ചിമ ബംഗാൾ സർക്കാർ മുഖ്യമന്ത്രിയും പ്രതികരിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഈ വിധിയെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി റാലിയിൽ സംസാരിക്കുമ്പോൾ മമതാ ബാനർജിയെയും INDA സഖ്യത്തെയും ഈ വിധിയുമായി ബന്ധപ്പെട്ട് രൂക്ഷഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് വ്യാപകമായി മമതാ ബാനർജി OBC സർട്ടിഫിക്കറ്റുകൾ നൽകി, അത് മുസ്ലിം വോട്ട് ബാങ്ക് നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. INDA മുന്നണിയുടെയും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെയും ഒക്കെ ന്യൂനപക്ഷ പ്രീണനമാണ് കൊൽക്കത്ത ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിധിപ്രസ്താവം ചൂണ്ടിക്കാണിക്കുന്നത് മതങ്ങളെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയ നയം അതാണ് വിശദീകരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിപ്പോൾ രണ്ടാമത്തെ ഹൈക്കോടതി വിധിയാണ് മമതാ ബാനർജിക്ക് തിരിച്ചടിയാകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ അനധികൃതമായി സ്കൂളുകളിൽ നിയമനം നടത്തിയ ബംഗാൾ സർക്കാരിൻ്റെ ഒരു നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു ഹൈക്കോടതി വിധി പുറത്തു വന്നിരുന്നു. ലക്ഷക്കണക്കിന് അധ്യാപകരെ അനധികൃതമായി ലക്ഷക്കണക്കിന് പൈസ വാങ്ങിയതിന് ശേഷം യോഗ്യതയില്ലാത്ത ആളുകളെ പശ്ചിമ ബംഗാളിലെ സ്കൂളുകളിൽ അധ്യാപകരായി നിയമിച്ച ഒരു സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. ആ നിയമനം മുഴുവൻ കൊൽക്കത്ത ഹൈക്കോടതി അടുത്തിടെ റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ മമതാ സർക്കാരിൻ്റെ കാലത്ത് ഈ മുസ്ലിങ്ങൾക്കും മറ്റും അനധികൃതമായി നൽകിയ OBC സർട്ടിഫിക്കറ്റുകൾ കൂടി കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അനു